ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബി പോസിറ്റീവ് വിത്ത് ഷൈലൂസ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിയാമ്പിൾ എന്നാന്ന് ഒരുമിച്ച് പഠിച്ചു. ഇന്ന് നമുക്ക് സ്റ്റേറ്റിനെ കുറിച്ച് നോക്കാം. 12ാമത്തെ ആർട്ടിക്കിളാണ് സ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതിനു മുമ്പ് 11 ആർട്ടിക്കിൾ ഉണ്ടല്ലോ, അതൊക്കെ എന്താണെന്ന് തോന്നും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒന്നാമത്തെ ആർട്ടിക്കിൾ, അതായത് 12ാമത്തേന് മുമ്പുള്ളത് ഇപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമില്ല എന്നുള്ളതല്ല, മനസ്സിലാക്കിയിരിക്കണം, നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു ക്രാഷായിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആർട്ടിക്കിളിൽ ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, ഇന്ത്യ അല്ലെങ്കിൽ ഭാരതിനെ കുറിച്ചാണ് ഒന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിളിൽ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, പുതിയ സ്റ്റേറ്റുകളുടെ രൂപീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ നിയമങ്ങളും. ഇനി 3, നോട്ട് പാർട്ട് ഓഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ റിലേറ്റ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഓർ ചേഞ്ചസ് ഇൻ ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. നിലവിലുള്ള സ്റ്റേറ്റ്സിനൊന്നും മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാമത്തത്. ഇനി നാലാമത്തത് ആർട്ടിക്കിൾ 368 ആണ്, അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 1 മുതൽ 4 വരെയുള്ളത് പാർട്ട് 1 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പാർട്ട് 1 യൂണിയൻ ആൻഡ് ടെറിട്ടറീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാർട്ട് 1 പെട്ടതാണ്. ഇനി അടുത്തത് പാർട്ട് 2, 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ. 5ാമത്തെ ആർട്ടിക്കിൾ ഇന്ത്യക്ക് ഉള്ളിലുള്ളവർ മൈഗ്രേറ്റഡ് ഫ്രം ഇന്ത്യ ടു അതർ കൺട്രീസ്, അതുപോലെ അങ്ങനെയുള്ള നിയമങ്ങൾ, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാനും, അതുപോലെ അതായത് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നത് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്, പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. 5, 6, 7, 8, 9, 10, 11 അത് തന്നെയാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാനും, അവിടെ നിന്ന് ഒരു വിദേശിയായിട്ടുള്ള ഇന്ത്യക്കാരന് ഇത്ര കാലം ഇവിടെ ഇന്ത്യയിൽ താമസിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ പോയി സിറ്റിസൺഷിപ്പ് എടുത്താൽ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് പോകും. അതിനെ നോ പേഴ്സൺ ഷാൽ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ ടു ബി ഡീംഡ് ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇഫ് ഹി ഹാസ് വോളണ്ടറിലി അക്വയറിംഗ് സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് നോട്ട് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. സിറ്റിസൺഷിപ്പ് പോകും. അതേസമയം അമേരിക്കക്കാർക്കാണെങ്കിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എടുക്കാം. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അമേരിക്കയിൽ, ഇപ്പോൾ വാഷിങ്ടണിലാണ് താമസിക്കണമെങ്കിൽ അമേരിക്കയിലെയും സിറ്റിസൺഷിപ്പ് കിട്ടും, വാഷിങ്ടണിലെയും കിട്ടും. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല, സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഉള്ളത്. പിന്നെ 10th എവരി പേഴ്സൺ ഹൂ ഈസ് ഓർ ഡീംഡ് ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ continue to be a citizen subject to the rights of citizenship, the provisions of any law made by the parliament. 11ാമത്തത് പാർലമെൻറ്റ് ഷാൽ ഹാവ് പവർ ടു മേക്ക് എനി പ്രൊവിഷൻസ് വിത്ത് റെസ്പെക്റ്റ് ടു ദ അക്വിസിഷൻ ആൻഡ് ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഓൾ അതർ മാറ്റർ റിലേറ്റഡ് ടു സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാർട്ട് 1 യൂണിയൻ ആൻഡ് ടെറിട്ടറീസ്, പാർട്ട് 2 സിറ്റിസൺഷിപ്പ്. പാർട്ട് 3 നിങ്ങൾക്കറിയാമല്ലോ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അത് നമുക്കിനി വരും ഭാഗങ്ങളിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേറ്റിനെ കുറിച്ചുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോയത്. അപ്പോൾ നമുക്കിനി ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. It includes government and parliament of India, government and legislation of each state, all local and other authorities within territory of India or under the control of India. ഇതാണ് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ. പാർലമെൻറ്റ്, ഇന്ത്യൻ പാർലമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും ലെജിസ്ലേഷനും, ഓരോ സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേഷനും, അതുപോലെ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, ബ്ലോക്ക്, കോർപ്പറേഷൻ എന്ന് മുതലായ സ്ഥാപനങ്ങളൊക്കെ ലോക്കൽ ബോഡീസിൽ പെടും. അതുപോലെ അതർ അതോറിറ്റീസ് ഇതുവരെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടില്ല, കമ്പനീസും മറ്റുമാണ് അത് ഉദ്ദേശിക്കുന്നത്.
ഇപ്പോഴും പല കേസുകളും ചെല്ലുമ്പോൾ ആ കേസിന് അനുസൃതമായിട്ട് ഓരോ നിയമങ്ങൾ വരുന്നതല്ലാതെ അതർ അതോറിറ്റീസിനെ ഇതുവരെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടില്ല. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് guaranteed to every citizen in the country irrespective of religion, race, region, caste or gender. Fundamental rights is included in the Part 3 of the Constitution. It also known as Magna Carta. Fundamental rights rights can be enforced only against a state and not against any private individuals. ഒരു പ്രത്യേക വ്യക്തിക്ക് എതിരെയല്ല നമ്മൾ കേസിന് പോകേണ്ടത്, സ്റ്റേറ്റിന് എതിരെയാണ് പോകേണ്ടത്. അതായത് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിലും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടിലുമാണ് നമ്മൾ റിട്ട് സമർപ്പിക്കേണ്ടത്. അതാണ് ഈ സ്റ്റേറ്റ് ആർട്ടിക്കിൾ 12 നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്റ്റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കിൾ 13 കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.